നമസ്കാരം. ആധുനിക ലോകക്രമത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ കരുത്ത് അളക്കപ്പെടുന്നത് അതിന്റെ സമുദ്രസീമകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. വിശാലമായ കടൽ തീരമുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമുദ്ര സുരക്ഷ കേവലം അതിർത്തി സംരക്ഷണം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെയും നയതന്ത്ര സ്വാധീനത്തിന്റെയും അടയാളം കൂടിയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് മേഖലയിലും വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടാൻ ഭാരതീയ നാവികസേന ഇന്ന് സജ്ജമായി കഴിഞ്ഞു. ആഗോളതലത്തിൽ മറ്റ് പ്രമുഖ നാവികസേനകളുമായി സഹകരിച്ചും തദ്ദേശീയമായി അത്യാധുനിക യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചും ഇന്ത്യ കൈവരിക്കുന്ന മുന്നേറ്റം ലോകം വിസ്മയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് ഓസ്ട്രേലിയൻ തീരത്ത് നടക്കുന്ന കക്കാഡു നാവികാഭ്യാസവും ഇന്ത്യ ഉടൻ കമ്മീഷൻ ചെയ്യുന്ന INS താരാഗിരി എന്ന അത്യാധുനിക യുദ്ധക്കപ്പലും. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തുറ്റ യുദ്ധക്കപ്പലായ INS നീലഗിരി നിലവിൽ ഓസ്ട്രേലിയയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന കക്കാഡു 2026 എന്ന ബഹുരാഷ്ട്ര നാവികാഭ്യാസത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്. വെസ്റ്റേൺ പസഫിക് മേഖലയിലെ വിന്യാസത്തിന്റെ ഭാഗമായാണ് നീലഗിരി ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്തോ പസഫിക് മേഖലയിലെ വിവിധ രാജ്യങ്ങളുടെ നാവികസേനകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക, സമുദ്ര സുരക്ഷാ വെല്ലുവിളികൾ സംയുക്തമായി നേരിടുക, പരസ്പരമുള്ള പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സമുദ്ര സുരക്ഷയിൽ ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയാണെന്ന സന്ദേശം ഈ രാജ്യാന്തര വേദിയിലൂടെ ലോകത്തിന് നൽകുവാൻ ഭാരതത്തിന് സാധിക്കുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യയും പോരാട്ട വീര്യവും ഒത്തിണങ്ങുന്ന നീലഗിരിയുടെ സാന്നിധ്യം ഇന്ത്യൻ നാവികസേനയുടെ ആഗോള സ്വാധീനം വിളിച്ചോതുന്നതാണ്. രാജ്യാന്തര സഹകരണത്തിനൊപ്പം തന്നെ തദ്ദേശീയമായ കപ്പൽ നിർമ്മാണ രംഗത്തും ഇന്ത്യ വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രോജക്ട് 17A വിഭാഗത്തിൽപ്പെട്ട 4ാമത്തെ യുദ്ധക്കപ്പലായ INS താരാഗിരി ഏപ്രിൽ 3 നാവികസേനയുടെ ഭാഗമാകും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് കമ്മീഷൻ ചെയ്യുന്ന ഈ കപ്പൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ അഭിമാന സ്തംഭമാണ്. മുംബൈയിലെ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഈ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത വിധത്തിലുള്ള അത്യാധുനിക രൂപകൽപ്പനയോട് കൂടിയതാണ്. 6670 ടൺ ഭാരമുള്ള ഈ കപ്പലിന്റെ 75% ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്തതാണ് എന്നത് ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്കും തുടക്കാവുന്ന മിസൈലുകൾ, അന്തർവാഹിനികളെ തകർക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ എന്നിവയാൽ സജ്ജമാണ് താരാഗിരി. യുദ്ധമുഖത്തും മാനുഷിക സഹായ ദൗത്യങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തുവാൻ ഈ കപ്പലിന് സാധിക്കും. സ്വന്തം മണ്ണിൽ രൂപകൽപ്പന ചെയ്ത് സ്വന്തം കരങ്ങളാൽ നിർമ്മിച്ച് സ്വന്തം സൈനികർ നയിക്കുന്ന യുദ്ധക്കപ്പലുകൾ കടലിൽ ഇറങ്ങുന്നതിലൂടെ വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്കുള്ള ദൂരമാണ് കുറയുന്നത്. സമുദ്രമേഖലയിലെ ഭാരതത്തിന്റെ ഈ ആധിപത്യം വരും കാലങ്ങളിൽ ആഗോള സമുദ്ര സുരക്ഷാ ക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമതായി ഉറപ്പിക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.